ഹായ്, ഇന്നത്തെ ടോപ്പിക് സ്ലീപ്പാണ്, ഉറക്കം. സ്ലീപ്പ് ഇല്ലാതെ 1-2 ദിവസം നമ്മൾ കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് നല്ലതുപോലെ അറിയാൻ പറ്റും അല്ലേ? കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫിൽ സ്ലീപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് അത് നമുക്ക് ഓക്കെ ആക്കാം, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കഴിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് നല്ലൊരു സ്ലീപ്പിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാം. സോ ഇതെല്ലാമാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. സോ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ഇൻഫോർമേറ്റീവ്. ആദ്യം തന്നെ നമുക്ക് സ്ലീപ്പിൻ്റെ ഡ്യൂറേഷൻ നോക്കാം. നമുക്ക് ഓരോ വ്യക്തികൾക്കും അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ കുട്ടികളിലും മുതിർന്നവരിലും വയസ്സായ ആളുകളിലും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും സ്ലീപ്പിംഗ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കുട്ടികളിൽ നിന്ന് തുടങ്ങാം. സോ ഫസ്റ്റ് ന്യൂ ബോൺ ആണ്. 0 to 3 months ആണെങ്കിൽ ഒരു 14 to 17 hours ന്യൂ ബോൺ ബേബീസ് കിടക്കാറുണ്ട്. 4 months മുതൽ ഒരു 11 മാസം വരെയൊക്കെ ആകുമ്പോൾ അതൊരു 12 മുതൽ 16 മണിക്കൂർ വരെ ആയിട്ട് കുറയാറുണ്ട്. 65 വയസ്സിന് ശേഷം വരുമ്പോൾ അത് 7-8 മണിക്കൂറായിരിക്കും അവരുടെ സ്ലീപ്പ് എന്ന് പറയുന്നത്. ഇതിലെല്ലാം ഇമ്പോർട്ടൻറ്റ് ഒരു കാര്യമുണ്ട്, നമുക്ക് ക്വാണ്ടിറ്റിനെക്കാട്ടിലും പ്രധാനമാണ് ക്വാളിറ്റി. അതെ, നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങുന്നു എന്നല്ല ഇപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യം. നമ്മുടെ ബോഡിക്ക് ഈ കിടക്കുന്ന ടൈം അത് നമുക്കൊരു ക്വാളിറ്റി സ്ലീപ്പ് കിട്ടുന്നോ എന്നുള്ളതിലാണ് കാര്യം. ഇതിനിടയിൽ ഒരു ഡിസ്റ്റർബൻസ് കാരണം നമ്മൾ എണീക്കുക, റെസ്റ്റ്ലെസ് ആവുക, എണീറ്റിട്ട് ഉറക്കം നഷ്ടപ്പെടുക, ഉറങ്ങി എണീക്കുമ്പോൾ ആ ഒരു വീക്ക്നെസ് സ്റ്റിൽ നിൽക്കുക, ഇതെല്ലാം നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി അഫക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അത് എന്തുകൊണ്ടാണെന്ന് ആദ്യം കണ്ടെത്തുക, എന്താണ് അതിൻ്റെ റീസൺ നോക്കുക. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചേഞ്ച് ചെയ്യുക. ഇനി നിങ്ങൾക്ക് റീസൺസ് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. കാരണം സ്ലീപ്പ് നഷ്ടപ്പെടുന്നതിന് പല പല കാരണങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇൽനെസ് തന്നെയാണ്. അതായത് എന്തെങ്കിലും ഒരു അസുഖം സംബന്ധമായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം അല്ലെങ്കിൽ ഹോർമോൺ ലെവൽസ് വ്യത്യാസം കാരണം നമുക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ഉറക്കം കൂടുന്ന അവസ്ഥയും കാണാറുണ്ട്. അതായത് എത്ര കിടന്നാലും അവർക്ക് ഉറക്കം തീരുന്നില്ല, അത്രയ്ക്ക് വീക്കായിട്ടിരിക്കുവാണ്, ഒരുപാട് നേരം അവർക്ക് കിടന്ന് ഉറങ്ങിയാലും ആ ഒരു ക്ഷീണം മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഹോർമോൺസിൻ്റെ ഇംബാലൻസ് ഒക്കെ കാരണമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അണ്ടർലൈൻ ഇൽനെസ് ഉണ്ടായിരിക്കാം. സോ അതെന്താണെന്ന് കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. പിന്നെ ഉള്ളത് മെയിനാണ് മെൻ്റൽ ഹെൽത്ത്. അതെ, നമ്മുടെ മാനസികമായിട്ടുള്ള ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ബുദ്ധിമുട്ട് കാരണം ഉറക്കം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. സോ മെൻ്റൽ ഹെൽത്ത് എന്താണ് നമ്മൾ മൈൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന റീസൺ കണ്ടെത്തുക. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു റീസണും ഇല്ല. സോ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടെത്താം. ഇതിനെ ഓവർകം ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുപോലെ സ്ട്രെസ്സാണ്. ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് നമുക്ക് സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ ഓവർകം ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ സ്ട്രെസ്ഫുൾ ആവാതെ നമുക്ക് അല്ലെങ്കിൽ സ്ട്രെസ്സിനെ എങ്ങനെ മാനേജ് ചെയ്യാം, അതാണ് നമ്മൾ ഓരോരുത്തരും പഠിക്കേണ്ടത്. ആ ഒരു സ്കില്ല് നമ്മൾ നേടിയെടുത്താൽ തന്നെ നമ്മുടെ ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം, അത് കാരണം ഉണ്ടാകുന്ന ഉറക്കത്തിൻ്റെ പ്രശ്നം നമുക്ക് മാറ്റാൻ കഴിയും. പിന്നെ ഉള്ളത് ലൈഫ് സ്റ്റൈലായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്. മെയിൻലി നമ്മൾ കിടക്കുന്നതിന് ഒരു 3 hours മുന്നേ എങ്കിലും നമ്മുടെ ഡിന്നർ കഴിഞ്ഞിരിക്കണം. അല്ലാതെ കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഹെവി മീലൊക്കെ കഴിച്ചിട്ട് പോയാൽ ഉറപ്പായിട്ട് നമ്മുടെ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവും. കാരണം നമ്മുടെ ബ്രെയിൻ ഡൈജഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുവാണ്, നമുക്കവിടെ ഉറങ്ങാൻ പറ്റാതെ ആയി പോകുന്നു. സോ അതുകൊണ്ട് ഹെവി ആയിട്ടുള്ളൊരു ഡിന്നർ, അതും സ്ലീപ്പിന് തൊട്ട് മുന്നേ എന്തായാലും കഴിക്കാതിരിക്കുക. പിന്നെ ഉള്ളത് ആൽക്കഹോൾ, അതുപോലെ കഫെയിൻ. അതായത് ഈ കോഫിയൊക്കെ കുടിക്കുമ്പോൾ ശരിക്കും നമുക്കൊരു നെർവസ് സ്റ്റിമുലേഷനാണ് ഉണ്ടാകുന്നത്. സോ അതൊരിക്കലും നൈറ്റ് ടൈമിൽ കഴിക്കാതിരിക്കുക. കാരണം നമുക്ക് ആ ഒരു എനർജി ബൂസ്റ്റിങ്ങിന് വേണ്ടിയാണ് കൂടുതൽ ആളുകളും കോഫി ചൂസ് ചെയ്യുന്നത്. സോ ഉറങ്ങുന്ന ടൈമിലാവുമ്പോൾ നമുക്കത് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്നത് പോലെ കണ്ടിട്ടുണ്ട്. പിന്നെ ആൽക്കഹോൾ ഇൻടേക്കാണ് പിന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ മെയിൻലി ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നതാണ് മൊബൈൽ നോക്കുക, ലാപ്പ് നോക്കുക, TV കാണുക, സ്ക്രീൻ ടൈം. അപ്പോൾ സ്ക്രീൻ ടൈം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറേ മണിക്കൂർ മുന്നേ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ഈ ജനറേഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 30 to 60 minutes എന്തായാലും നമ്മൾ സ്ക്രീൻ ടൈം അവോയ്ഡ് ചെയ്യാം. ഫോൺ, ലാപ്ടോപ്പ്, TV ഇതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്യുക. സ്ക്രീനിൽ നിന്ന് നമ്മൾ കണ്ണെടുക്കുക. അതിന് പകരം നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് വീഡിയോയിൽ ലാസ്റ്റ് പറയുന്നുണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ് സ്ലീപ്പിംഗ് അറ്റ്മോസ്ഫിയർ. അതായത് നമ്മൾ നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നീറ്റ് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബെഡ് ഉണ്ടാവണം. അതായത് നമ്മൾ നല്ല നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള പില്ലോ കവേഴ്സും ബെഡ്ഷീറ്റും ഒക്കെ വിരിച്ച് നല്ല വൃത്തിയായിട്ട് വിരിച്ചിട്ടിരിക്കുന്ന ഒരു ബെഡായിരിക്കണം. അതുപോലെ പില്ലോ കവേഴ്സൊക്കെ നമ്മൾ 2 weeks ഒക്കെ കഴിയുമ്പോഴത്തേക്കും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഒരു ഫ്രഷ്നെസ് കിട്ടും. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഒരു കറക്റ്റ് സ്ലീപ്പ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത്
നമ്മൾ എണീക്കുന്നതും ഉറങ്ങുന്നതുമായ ടൈം എല്ലാ ഡേയ്സിലും സെയിം ആയിട്ട് വയ്ക്കുക. അതായത് ഇപ്പോൾ ഇന്ന് 10 മണിക്ക് കിടന്ന് നാളെ 12 മണിക്ക് കിടക്കുക, മറ്റന്നാൾ 9:30 ആകുമ്പോൾ കിടക്കുക, അങ്ങനെ ഒന്നും ചെയ്യാതെ മാക്സിമം ഒരേ സ്ലീപ്പിംഗ് ടൈമിങ്സിലോട്ട് വരിക. അത് ഒന്ന് നമ്മുടെ മെലാറ്റോണിൻ പ്രൊഡക്ഷനെ അത് എഫക്റ്റ് ചെയ്യും. അറിയാലോ, മെലാറ്റോണിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഡാർക്കൻ ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പോൾ അതാണ് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സ്ലീപ്പ് വേക്ക് സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുക. പിന്നെ ഉള്ളത് നമ്മുടെ റൂമിലെ ലൈറ്റിംഗ് ആണ്. അതായത് ഓവറായിട്ട് ലൈറ്റിംഗ് വന്നുകൊണ്ടിരുന്നാലും നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവും. സോ ആ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക, അത് അവോയ്ഡ് ചെയ്യുക. ഇനി അത് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ലൈറ്റിംഗ് വന്നുകൊണ്ടിരിക്കുവാണെങ്കിൽ നമുക്ക് ഐ മാസ്ക് ഉണ്ടല്ലോ വെച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഇനി നിങ്ങൾക്ക് സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവണമെങ്കിൽ ചെറുതായിട്ട് ജസ്റ്റ് ഒരു ഷവർ എടുക്കുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യും, സ്ലീപ്പ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സ്ക്രീൻ ടൈം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫിസിക്കൽ ബുക്ക്, അതായത് നമുക്ക് ഒരു കയ്യിലൊരു ബുക്ക് കരുതാം. അപ്പോൾ എന്തെങ്കിലും സ്റ്റോറി ബുക്സ്, നമുക്ക് എന്താണ് ഇൻട്രസ്റ്റിംഗ് എന്തെങ്കിലും ഒന്ന് വായിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് റിലാക്സ് ആവാൻ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമുക്ക് സ്ലീപ്പ് ബൂസ്റ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഒരു ലൈറ്റ് മ്യൂസിക് സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് ബ്രീത്തിങ് എക്സസൈസസ് ആണ്, അല്ലെങ്കിൽ യോഗ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അല്ലെങ്കിൽ സ്ട്രെച്ചിങ്, അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വർക്കൗട്ട്സ് ചെയ്യുന്നതും നല്ലതാണ്. ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഫുഡ് മസാജ് ഉണ്ട്, അതുപോലെ ബോഡിയിലെ മസാജൊക്കെ ഉണ്ട്. സോ അതൊക്കെ ചെയ്യുന്നതും കുറച്ചുകൂടി നല്ലതാണ്. റൂമിൻ്റെ ഡാർക്ക്നെസ് നിലനിർത്താൻ വേണ്ടി കർട്ടൻസ് അല്ലെങ്കിൽ ബ്ലൈൻഡ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ക്വയറ്റ് ആയിരിക്കും, അതായത് നോയ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്യുക, ഡിസ്ട്രാക്ഷൻസ് എല്ലാം അവോയ്ഡ് ചെയ്തിട്ട് കിടക്കുക. പിന്നെ ക്ലറ്റർ ഫ്രീ ആയിരിക്കും, അതായത് നമ്മുടെ റൂം ഉൾപ്പെടെ നമ്മൾ നല്ല ഓർഗനൈസ്ഡ് ആയിരിക്കുക, അവിടെ വാരി വലിച്ച് മെസ്സി ആയിട്ട് ഇടാതെ. നമ്മുടെ ബോഡിയുടെ എനർജി ലെവലിനെയും അതുപോലെ സ്ലീപ്പ് സൈക്കിളിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നതാണ്. സോ അതും നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ നമുക്ക് ചില ഫുഡ് ഐറ്റംസ് കഴിക്കുന്നത് നല്ലതാണ്. അതായത് ഹെവി മീൽ എന്തായാലും ഒഴിവാക്കുക. അത് കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലും വിശപ്പ് ഫീൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാം. കുറച്ചൊരു ബൗളിൽ ഫ്രൂട്ട്സ് എടുത്തിട്ട് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ചെറിയ ചൂട് പാല് കുടിക്കുന്നത് നല്ലതാണ്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുടിക്കുന്നത്, അല്ലെങ്കിൽ കുങ്കുമപ്പൂ ആഡ് ചെയ്ത് കുടിക്കുന്നതും നല്ലതാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സ്ലീപ്പ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സ്ലീപ്പ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാത്തിനും ഉപരി ക്വാണ്ടിറ്റിനെക്കാട്ടിലും ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. ഏർലി ബേർഡും നൈറ്റ് ഔളും 2 സെക്ഷനുണ്ട്, ഏർലി ബേർഡ്, നൈറ്റ് ഔൾ അല്ലേ. രാത്രി ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, രാവിലെ നേരത്തെ എണീറ്റ് പഠിക്കുന്ന കുട്ടികളുണ്ട്. അതെല്ലാം ഓരോ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഞാൻ അങ്ങനെ പഠിക്കുന്നതെന്ന് വെച്ചിട്ട് നെക്സ്റ്റ് ഇരിക്കുന്ന ആൾക്ക് അതുപോലെ ചെയ്യാൻ കഴിയില്ല. സോ എന്താണോ നിങ്ങൾക്ക് പറ്റുന്നത് അത് ചെയ്യുക. പക്ഷേ ആ ഒരു സ്ലീപ്പ് ഷെഡ്യൂൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി സ്ലീപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. സോ ഇതാണ് മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഇനി ഞാൻ പറഞ്ഞ ഈ മെത്തേഡ്സ് ഒന്നും ചെയ്തിട്ടും ഓക്കെ ആവുന്നില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്ലീപ്പ് കറക്റ്റ് ആവാത്തത് എന്ന് നോക്കുക. ഇനി ചിലർക്ക് സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് ചിലർക്ക് എന്തെങ്കിലും പേടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ കാരണം അല്ലെങ്കിൽ എന്തെങ്കിലും ലോങ് ടേം ഗ്രീഫ് കാരണമൊക്കെ ഉറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവും. സോ അങ്ങനെയുള്ള കണ്ടീഷൻസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം, കൗൺസിലിംഗ് എടുക്കാം. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ലീപ്പ് കറക്റ്റ് ആക്കാവുന്നതാണ്. സ്ലീപ്പിംഗ് പിൽസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ പറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. യൂസ്ഫുൾ ആയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്തെടുക്കുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.